أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. സൂറത്തു നൂർ 4-5 ആയത്തുകൾ. വല്ലദീന യർമൂന, ആരോപണമുന്നയിക്കുന്നവർ, അൽ മുഹ്സനാത്തി, ചാരിത്രവതികളെ, സുമ്മലം യുത്തു, പിന്നെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നവർ, ബി അർബഅത്തി ശുഹദാ, 4 സാക്ഷികളെ, ഫജ്ലിദൂഹും, അവരെ നിങ്ങൾ അടിക്കുവീൻ, 80 ജൽദത്തൻ, 80 അടി, വലാ തഖ്ബലൂ ലഹും, അവരുടേത് സ്വീകരിക്കരുത്, ഷഹാദത്തൻ, സാക്ഷ്യം, അബദ, ഒരിക്കലും, വലാ തഖ്ബലൂ ലഹും ഷഹാദത്തൻ അബദ, അവരുടെ സാക്ഷ്യം ഒരിക്കലും സ്വീകരിക്കരുത്. വഉലായിക, അക്കൂട്ടർ, ഹുമുൽ ഫാസിഖൂൻ, അവർ അധർമ്മികൾ തന്നെയാകുന്നു. ഇല്ലല്ലദീന താബൂ, പശ്ചാത്തപിച്ചു മടങ്ങിയവരൊഴികെ, മിൻ ബഅദി ദാലിക, അതിനുശേഷം, വഅസ്ലഹു, ജീവിതം നന്നാക്കുകയും ചെയ്തവരൊഴികെ, ഫഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ഗഫൂറുൻ, പൊറുക്കുന്നവനാകുന്നു, റഹീമുൻ, ദയാപരനുമാകുന്നു, കാരുണ്യവാനുമാകുന്നു. വ്യഭിചാരത്തിൻ്റെ ശിക്ഷ പറഞ്ഞു. അതുപോലെ പരിശുദ്ധരായ ആളുകൾക്ക് വ്യഭിചാരി സ്യൂട്ടാകുകയില്ല, കുഫുവെക്കുകയില്ല എന്ന് പറഞ്ഞു. ഇനി വ്യഭിചാരം ആരോപിക്കുന്നത്, അത് വലിയ കുറ്റമായിട്ടാണല്ലോ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇയ്യാക്കും ബസബ്അൽ മൂബിഖാത്ത്, നിങ്ങൾ 7 നാശകാരികളായ പാപങ്ങളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കബായിറിലെ തന്നെ ഏറ്റവും കടുത്തതാണ് ആ 7. അതിൽ വ്യഭിചാരമില്ല, കള്ളുകുടിയില്ല, മോഷണമില്ല. അങ്ങനെയുള്ള നമ്മൾ സാധാരണ വലിയ കുറ്റങ്ങളായി കാണുന്ന പലതും കബായിറിലുണ്ട്, മൂബിഖാത്തിലില്ല. അതേസമയത്ത് സബുൽ മൂബിഖാത്തിൽ തന്നെ ഉണ്ട് ഖദ്ഫുൽ മുഹ്സനാത്ത്, ചാരിത്രവതികളെക്കുറിച്ച് വ്യഭിചാരാരോപണം. ഖദ്ഫ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ആരോപണം എന്നാണ്. റമ എന്ന് പറഞ്ഞാലും എറിഞ്ഞു എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഉദ്ദേശ്യം ആരോപണമാണ്. ആരോപണം എന്നുള്ള വാക്കിന് മലയാളത്തിൽ അത് തന്നെയാണ് അർത്ഥം. ചുമരിൽ സിമൻറ്റ് ആരോപിച്ചു എന്ന് പറയാം, അഥവാ ചുമരിൽ സിമൻറ്റ് എറിഞ്ഞു പിടിപ്പിച്ചു എന്നർത്ഥം. എന്നതുപോലെ ദുരാരോപണങ്ങൾ എറിഞ്ഞു പിടിപ്പിക്കുക എന്നാണ് ഉദ്ദേശ്യം. അത് മുഹ്സനാത്ത് എന്നാണ് പറഞ്ഞത്. മുഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ ചാരിത്രവതികളായ സ്ത്രീകൾ എന്നാണ് ഉദ്ദേശ്യം. അപ്പോൾ പുരുഷന്മാരുടെ മേൽ ചാരിത്ര വിശുദ്ധി സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ലൈംഗിക വിശുദ്ധി സൂക്ഷിക്കുന്ന മാന്യന്മാരായ പുരുഷന്മാരുടെ മേലോ പണ്ഡിതന്മാർ ഐക്യകണ്ഠേന പറയുന്ന ഒരു സംഗതിയാണ് ഈ ആരോപണം കൊണ്ട് ഉദ്ദേശിച്ചത് വ്യഭിചാരാരോപണമാണ്. അല്ലാതെ മറ്റ് ആരോപണങ്ങൾ ഈ പരിധിയിൽ വരില്ല. കാരണം ഇവിടെ വ്യഭിചാരമാണ് ചർച്ച. അതിൻ്റെ തെളിവാണ് ഒന്ന് മുഹ്സനാത്ത്, ചാരിത്രവതികൾ എന്ന് ഉപയോഗിച്ചത്. പക്ഷേ ഹുക്കുമിൽ പുരുഷനെക്കുറിച്ച് ആരോപിച്ചാലും സ്ത്രീയെക്കുറിച്ച് ആരോപിച്ചാലും ഒരുപോലെ തന്നെയാണ്, പാപമാണ്. സുമ്മലം യൗതൂബി അർബഅത്തി ശുഹദാ, പിന്നെ 4 സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്തവർ. നേരത്തെ സൂറത്തു നിസാ 15-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചതാണ്. അവിടെ വ്യഭിചാരത്തിൻ്റെ ശിക്ഷ പറഞ്ഞപ്പോൾ തന്നെ അല്ലാഹു തആല ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. ഫസ്തഷ്ഹിദു അലൈഹിന്ന അർബഅത്തം മിൻകും ഫഇൻ ഷഹിദു ഫംസികൂഹുന്ന ഫിൽ ബുയൂത്തി
എന്നാണല്ലോ പറഞ്ഞത്. നിങ്ങൾ അവർക്കെതിരെ 4 സാക്ഷികളെ നിർത്തുക, അഥവാ വ്യഭിചരിച്ചതിന് 4 സാക്ഷികൾ ഉണ്ടാകണം. അങ്ങനെ 4 സാക്ഷികൾ ഇരിക്കെ വ്യഭിചരിച്ചാൽ അവൾക്ക് വീട്ടുതടങ്കൽ. അതാണല്ലോ അവിടെ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചതാണ് ആയത്ത്. സൂറത്തുൻ നിസാ 15-ാമത്തത് കേട്ടാലാർക്കും മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നിയമം ഈ ആയത്തിറങ്ങുന്നതിൻ്റെ വളരെ മുമ്പ് തന്നെ, മദീനയിൽ ഇറങ്ങിയ ആയത്തിൽ ഈ വ്യഭിചാരാരോപണത്തിൻ്റെ ശിക്ഷ, ഖന്തക്ക് യുദ്ധത്തിൻ്റെ മുമ്പാണ് സൂറത്തുൻ നിസാ ഇറങ്ങുന്നത്. ഖന്തക്ക് യുദ്ധത്തിൻ്റെയും പിന്നെ തുടർന്നുണ്ടായ ബനുൽ മുസ്തലഖ് യുദ്ധത്തിൻ്റെയും ശേഷമാണ് സൂറത്തുൻ നൂർ വരുന്നത്. ആദ്യം വന്നത് സൂറത്തുൻ നിസാ ആണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് 4 സാക്ഷികളെ വേണം എന്ന്. അപ്പോൾ ഇവിടെ ആ 4 സാക്ഷികൾ വേണമെന്ന് പറഞ്ഞു എന്നല്ലാതെ സാക്ഷികൾ അത് 4 സാക്ഷികൾ ഇല്ലാതെ വ്യഭിചാരം ആരോപിക്കപ്പെട്ടാലോ അതവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ 4 സാക്ഷികളില്ലാതെ ഒരു പെണ്ണ്, ചരിത്രവതിയായ പെണ്ണ് വ്യഭിചരിച്ചു എന്ന് ആരെങ്കിലും ആരോപിക്കുകയാണെങ്കിൽ എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഫജ്ലിദൂഹും 80 ജൽദത്തൻ, അപ്പോൾ അവരെ 80 അടി അടിക്കുക. അഥവാ 4 സാക്ഷികളിൽ 4-ൽ കുറഞ്ഞ സാക്ഷികൾ, ഒരാളോ 2-ആളോ 3-ആളോ വ്യഭിചാരാരോപണം ഉന്നയിച്ചാൽ ആ വ്യഭിചാരാരോപണം ഉന്നയിച്ചവർക്ക് 80 അടി കൊടുക്കണം. അത് തന്നെ ഷഹിദു ശുഹദ എന്നാണല്ലോ. എന്തോ ചിലത് കണ്ടാൽ പോരാ, 2-ആളെയും കൂടി ഒന്നിച്ച് എങ്ങോട്ടോ പോകുന്നത് കണ്ടു, ഒന്നിച്ച് ഒറ്റയ്ക്ക് അവർ മാത്രം എവിടെയോ കണ്ടു, എന്തിനേറെ അവർ ഒന്നിച്ച് കിടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ പോലും പോരാ. വ്യഭിചാരത്തിലെ അസ്ല് സംഗതി ആളെ മനസ്സിലാകുന്നത് വിധം നേരിട്ട് കാണണം. അതിനാണ് ഷഹിദു എന്ന് അവിടെ പറഞ്ഞത്, ഇവിടെ ശുഹദ എന്ന് പറഞ്ഞത്. വ്യക്തമായി ബോധ്യപ്പെട്ട, ഈ ഷഹിദ എന്ന് പറഞ്ഞ വാക്കിൻ്റെ തന്നെ അർത്ഥം എനിക്ക് ബോധ്യമുണ്ട് എന്നാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് സ്വയം അത് ബോധ്യമുണ്ട്, ഞാനതിൻ്റെ സാക്ഷിയാണ്, എനിക്ക് സ്വയം ബോധ്യമുണ്ട് എന്നാണ് അർത്ഥം. എന്നതുപോലെ ബോധ്യപ്പെട്ട 4 ആളുകൾ, അഥവാ നേരിട്ട് കണ്ട ആളുകൾ എന്നർത്ഥം. അങ്ങനെ 4 ആളുകൾ ഇല്ലാതിരിക്കുമ്പോൾ അതിൽ കുറഞ്ഞ ആളുകൾ ആരോപണം ഉന്നയിച്ചാൽ, ഒരാളായാലും 2-ആളായാലും 3-ആളായാലും, അല്ലെങ്കിൽ ഈ 4 ആൾ തന്നെ ഉണ്ടായാൽ, ഉമർ റളിയല്ലാഹു അൻഹു വിധി പറഞ്ഞൊരു കേസിൽ 4 ആളുണ്ട് സാക്ഷികൾ, പക്ഷേ 4 ആൾ അദ്ദേഹം പറഞ്ഞു അവർ കണ്ടത് ശരിയാണ്, അതെൻ്റെ ഭാര്യയായിരുന്നു എന്ന്. അപ്പോൾ സാക്ഷികൾ പറഞ്ഞു ഭാര്യയാണോന്നറിയില്ല, സംഭവം കണ്ടു. 4 ആൾക്കും 80 അടി കൊടുക്കുകയാണ് ചെയ്തത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഫജ്ലിദൂഹും 80 ജൽദ. വ്യഭിചാരത്തിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന കുറ്റകൃത്യമാണ്, അല്ലെങ്കിൽ വ്യഭിചാരത്തെക്കാളും വലിയ കുറ്റമാണ് വ്യഭിചാര ആരോപണം. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇങ്ങനെ ഒരു ശിക്ഷ വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം മാന്യനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ തകർത്ത് കളയുന്ന ആരോപണമാണല്ലോ വ്യഭിചാരാരോപണം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ 4-ൽ കുറഞ്ഞ ആളുകൾ വ്യക്തമായി നേരിട്ട് കണ്ടു എന്ന് വെക്കുക. ഒരാൾ വ്യഭിചരിക്കുന്നത് നേരിട്ട് കണ്ടു, 3 ആളുകൾ, എന്തു വേണം? മിണ്ടരുത്, ആരോടും പറയരുത്, മറ്റൊരാളോട് പോലും പറയരുത്. കണ്ടത് കണ്ടു, പിന്നെ അയാളോട് പറയാം, അല്ലെങ്കിൽ അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ട അയാളുടെ രക്ഷിതാക്കൾ പോലെയുള്ള ഉത്തരവാദപ്പെട്ട ആളുകളോട് സ്വകാര്യമായി പറയാം, അല്ലെങ്കിൽ അയാളോട് പറഞ്ഞ് തിരുത്തിക്കാം. ഇങ്ങനെയൊക്കെ മസ്ലഹത്തിന് വേണ്ടി ശ്രമിക്കാം എന്നല്ലാതെ പുറത്തു പറഞ്ഞ ആൾക്കെതിരെ അയാൾക്ക് കേസ് കൊടുക്കാൻ വകുപ്പുണ്ടാകും, അടി കിട്ടുകയും ചെയ്യും. എന്തിനാണ് ഇത്ര ഒരു കാർക്കശ്യം ഇതിൽ പുലർത്തിയിരിക്കുന്നത്? വ്യഭിചാരത്തിൻ്റെ പ്രചരണം കുറ്റകരമായിട്ട് തന്നെ ഇന്നവൻ വ്യഭിചരിച്ചു എന്നിങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നറിയാതെ ഉറപ്പില്ലാത്ത വിധം പ്രചരിച്ചാൽ വ്യഭിചാരം അതൊരു സാധാരണ വർത്തമാനമായി മാറുകയാണ് ചെയ്യുക. അതാണല്ലോ നമ്മുടെ സമൂഹത്തിൽ ആധുനിക കാലത്ത് സംഭവിച്ചിട്ടുള്ളത്. അതൊരു പ്രശ്നമല്ലാതെ അതൊക്കെ എല്ലാവരും ചെയ്യുന്നത് എന്നുള്ളിടത്തേക്കാണല്ലോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളിലും അത് ഉഭയസമ്മതപ്രകാരമുള്ള വ്യഭിചാരം കുറ്റകരമേ അല്ല, അതിൻ്റെ പേരിൽ വിവാഹമോചനം അനുവദിക്കാൻ പറ്റുകയില്ല എന്നുള്ളിടത്തൊക്കെ കോടതികൾ എത്തിയത് ഈ വിഷയത്തിലെ ലാഘവത്വം മൂലമാണ്. എന്നാൽ ഖുർആൻ വളരെ കർക്കശമായ ശിക്ഷയാണ്. ഒന്ന്, ആരോപിതർക്ക് നല്ല ചാട്ടവാറടി 80 എണ്ണം കിട്ടും, തീർന്നില്ല, ഇനിയുമുണ്ട് ശിക്ഷ.
വലാ തഖ്ബലൂ ലഹും ഷഹാദത്തൻ അബദാ, ഇനി മേലാൽ ഒരിക്കലും അവരുടെ സാക്ഷ്യം സ്വീകരിക്കുകയില്ല. കാരണം ബോധ്യമില്ലാതെ ബോധ്യമുണ്ട് എന്ന് നുണ പറഞ്ഞവരാണ് അവർ. അതുകൊണ്ട് തന്നെ ഇനി അവരെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്നർത്ഥം. ഉലായിക ഹുമുൽ ഫാസിഖൂൻ, അങ്ങനെ ചെയ്യുന്നവർ അവർ അധർമ്മികളാണ്, അഥവാ അല്ലെങ്കിൽ തെമ്മാടികളാണ്. സമൂഹത്തിൽ മാന്യന്മാരുടെ അന്തസ്സ് പിച്ചു ചീന്തുക മാത്രമല്ല, സമൂഹത്തിൽ അശ്ലീലം പ്രചരിക്കുക, അതിനെക്കുറിച്ചൊക്കെ താഴെ ഈ സൂറത്തിൽ തന്നെ വരുന്നുണ്ട്, അശ്ലീലം പ്രചരിപ്പിക്കുന്നതിൻ്റെ ശിക്ഷയെ സംബന്ധിച്ചൊക്കെ. അപ്പം അങ്ങനെയുള്ള അധർമ്മികളാണ് അവർ. ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക, അതിനുശേഷം പശ്ചാത്തപിച്ചവരൊഴികെ, വഅസ്ലഹു ജീവിതം നന്നാക്കുകയും ചെയ്തവരൊഴികെ, ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിശ്ചയം അല്ലാഹു ഗഫൂറും റഹീമുമാണ്. ഈ ഇസ്തിസ്നാ, ഇല്ല എന്ന് പറഞ്ഞ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ആരെയാണ്? ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായം ഉലായിക ഹുമുൽ ഫാസിഖൂൻ, അവർ അധർമ്മികളാണ് എന്ന് പറഞ്ഞതിന് മാത്രം ബാധകമാണ്. അവർ അതിനുശേഷം പശ്ചാത്തപിക്കുകയും അതുപോലെ ജീവിതം നന്നാക്കുകയും ഒക്കെ ചെയ്താൽ ഫാസിഖ് എന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് മാറും, അവർ രക്ഷപ്പെടും. അഥവാ അള്ളാഹു അവരോട് പൊറുക്കും, അവരോട് കാരുണ്യം കാണിക്കും എന്നാണ്. മറ്റു പണ്ഡിതന്മാർ ഇല്ലല്ലദീന എന്ന് പറഞ്ഞതിനെ ബാധകമാക്കിയിരിക്കുന്നത് വലാ തഖ്ബലൂ ലഹും ഷഹാദത്തൻ അബദാ, മേലാൽ അവരുടെ സാക്ഷ്യം സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞതും പശ്ചാത്തപിക്കുകയും അതുപോലെ ഫാസിക്കുകളാണ് എന്ന് പറഞ്ഞതും നീങ്ങിപ്പോകും. അവർ പശ്ചാത്തപിക്കുകയും വഅസ്ലഹു ജീവിതം നന്നാക്കുകയും ചെയ്താൽ അത് രണ്ടും നീങ്ങും. അടി എന്തായാലും കിട്ടും. ബഅദ ദാലിക എന്ന് പറഞ്ഞാൽ അടി നടപ്പാക്കിയ ശേഷം എന്നാണ്. 80 അടി ആരോപണത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് പശ്ചാത്തപിച്ചു എന്ന് പറഞ്ഞാലും ജീവിതം നന്നാക്കി എന്ന് പറഞ്ഞാലും അബദ്ധം പറ്റി എന്ന് പറഞ്ഞാലും ഒന്നും റദ്ദാകുകയില്ല. അത് എല്ലാ ശിക്ഷാ വിധികളും അങ്ങനെ തന്നെയാണ്. കുറ്റം ചെയ്തിട്ട് ഞാൻ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും ശിക്ഷയിൽ നിന്ന്, ഇഹലോകത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയില്ല. പരലോകത്തെ ശിക്ഷ അല്ലാഹു തആല മാപ്പാക്കി കൊടുക്കും. അതുപോലെ തന്നെ കട്ടവൻ്റെ കൈമുറിക്കലും എന്നതുപോലെ തന്നെ വ്യഭിചാരിയുടെ ശിക്ഷയും വ്യഭിചാരാരോപണത്തിൻ്റെ ശിക്ഷയും ഒക്കെ. ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ അപഖ്യാതം പ്രചരിപ്പിച്ച ആളുകളെ അവരുടെ നിരപരാധിത്വം അല്ലാഹു തആല വെളിപ്പെടുത്തിയ സന്ദർഭത്തിൽ മൂന്ന് ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷിച്ചതായി ഇമാം അബൂ ദാവൂദ് ഒക്കെ ഉദ്ധരിക്കുന്ന, അതുപോലെ ധാരാളമായി ഉദ്ധരിക്കപ്പെട്ട റിപ്പോർട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്. ലമ്മാ നസല ഉദ്രി ഖാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിംബരി ഫദക്കറല്ലാഹ വതല ഖുർആന ഫലമ്മാ നസല മിനൽ മിംബരി അമറ ബിർറജുലൈനി ഹസ്സാൻ ബിൻ സാബിത്ത് വമിസ്താബ് ബിൻ ഉസാസ വൽമർഅത്തു ഹംനാ ബിൻത് ജഹ്ഷ് ഫദറബു ഹദ്ദഹും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം അള്ളാഹു ഇറക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മെമ്പറിൽ കയറിയ ആയത്ത് ഓതി കേൾപ്പിക്കുകയും എന്നിട്ട് ഇറങ്ങിയ ശേഷം ഹസ്സാൻ ബിൻ സാബിത്തിനെയും അതുപോലെ മിസ്താബ് ബിൻ ഉസാസയും ഹംനാ ബിൻത് ജഹ്ഷ് 2 ആണുങ്ങളെയും ഒരു പെണ്ണിനെയും ഈ പറഞ്ഞത് പ്രകാരം 80 അടി അടിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇതിലുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള സംഭവം പിറകെ വരുന്നുണ്ട്, വിശദമായിട്ട് അവിടുന്ന് പറയാം. ഏതായാലും അങ്ങനെ വെറുതെ വിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് തന്നെ ശിക്ഷ നിർബന്ധമായും കിട്ടും. അതേ സമയത്ത് ബാക്കിയുള്ളത് ജീവിതം നന്നാക്കിയാൽ രക്ഷപ്പെടും എന്നാണ് ഇല്ലല്ലദീന താബു എന്ന് പറഞ്ഞതിനെ ബാക്കി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഏതായാലും വ്യഭിചാരം പോലെ തന്നെ അതിനോടടുത്ത ശിക്ഷ കൊടുക്കാൻ മാത്രം ഗുരുതരമായൊരു കുറ്റമാണ് വ്യഭിചാരത്തെക്കുറിച്ച് പരസ്യമായിട്ട് പറയൽ എന്ന് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കലാം ശരിയായി പഠിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.